ആദ്യഘട്ടത്തിൽ നടത്തിയ സോണാർ ടെക്നോളജി ഉപയോഗിച്ച് നടത്തിയ പരിശോധനകൾ, അതിന് പിന്നാലെ തന്നെ ഐബോർഡ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനകൾ, അതുവഴി കണ്ടെത്തിയ സിഗ്നലുകൾ, ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ നീക്കങ്ങളല്ല നിലവിൽ ഏതെങ്കിലും തരത്തിൽ അല്പമെങ്കിലും ഒരു ഫലപ്രാപ്തിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കുകയില്ല. പല വിധത്തിൽ ഈ ഗംഗാവലിയുടെ ആഴങ്ങളിലൂടെ പല വിധത്തിൽ പല ശ്രമങ്ങൾ നേവിയുടെ ഭാഗത്തു നിന്നടക്കം ഉണ്ടായിട്ടുള്ളതാണ്. സോണാർ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഡിങ്കി ബോട്ടുകളിൽ സഞ്ചരിച്ച് അത്തരത്തിൽ പരിശോധനകൾ നടത്തി ചിത്രങ്ങൾ കൃത്യമായി ശേഖരിച്ചൊക്കെ തന്നെ രേഖപ്പെടുത്തിയ മേഖലകളിലല്ല, മറിച്ച് അതിന് താഴ്ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് പറയേണ്ടി വരും. ഒരു പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ആ ഒരു ട്രക്കിന് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ആ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് അറിവില്ല. പക്ഷേ പറയേണ്ട കാര്യം, കാരണം നേരത്തെയൊക്കെ ഇത്തരത്തിൽ ഈ ഗംഗാവലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അതിൻ്റെ കുത്തൊഴുക്ക് വളരെ പ്രധാനപ്പെട്ട ഘടകമായി നിന്നിരുന്നു. ഏതാണ്ട് 7 knots to 8 knots വരെയൊക്കെ കുത്തൊഴുക്കുണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 1 knot താഴേക്ക് ആ കുത്തൊഴുക്ക് എത്തിയതിന് പിന്നാലെയാണ് ഈ മേഖലയ്ക്ക് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിശോധന സാധ്യമാകും എന്നുള്ള ഘട്ടം പോലും ഉണ്ടായത്. അതുകൊണ്ട് ഘടനാപരമായി ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ആ മണ്ണും അനുബന്ധ കാര്യങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് ഉറപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ സിഗ്നലുകളെ പൂർണ്ണമായും തള്ളിക്കളയാനും കഴിയില്ല. എങ്കിൽ പോലും നേരത്തെ മാർക്ക് ചെയ്തിരുന്ന മേഖലകളിലല്ല നിലവിൽ ഇത്തരത്തിൽ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈശ്വർ മാൽപേ ഇവിടെ നിന്നും ആ ഡ്രഡ്ജറിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ആ ഡ്രഡ്ജറിൽ ഉണ്ട്, അവരുമായി സംവദിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇനി ഏത് മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം ഒരു പരിശോധന എന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഡൈവ് എന്നുള്ളത് സംബന്ധിച്ച് അന്തിമമായ ഒരു വ്യക്തത വരുത്തുക എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അങ്കോലയിൽ നടക്കുന്ന യോഗവും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന തീരുമാനങ്ങളും തന്നെയായിരിക്കും ഈ ഒരു ദൗത്യത്തിൽ അതീവ നിർണായകമാവുക. ഇത്ര ഏതാണ്ട് 80 lakhs മുകളിൽ ചിലവഴിച്ചുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിൽ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം പ്രത്യേകിച്ച് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നൊക്കെ തന്നെ തുകയെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഡ്രഡ്ജർ ഇവിടേക്ക് എത്തിക്കാനും ഇവിടെയുള്ള മണ്ണ് നീക്കം സാധ്യമാക്കാനും ഒക്കെയുള്ള ആലോചനകൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അറിയേണ്ടത് ആ മേഖല ഏത് മേഖല കേന്ദ്രീകരിച്ച് മനഫ് ആ ഡ്രഡ്ജർ കേന്ദ്രീകരിച്ച് അങ്ങോട്ട് മാറിയോ ഇനിയിപ്പോൾ കൂട്ടിക്കൊണ്ടേ MLA കൂട്ടിക്കൊണ്ടേ ഏത് MLA അവിടെ ഉണ്ടല്ലോ MLA അതിൻ്റെ ഉള്ളിൽ ആണോ? അവിടേക്ക് മാറിയതാണ്. എന്ത് പറയാനാ ആർക്കരാ? ഓക്കെ, ആ ഡ്രഡ്ജറിലേക്ക് ഇപ്പോൾ ഈശ്വർ മാൽപേ മാറിയിട്ടുണ്ട്. അദ്ദേഹം ഇനിയിപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ പ്രകാരമായിരിക്കും അടുത്ത ഡൈവുകളിലേക്കൊക്കെ പോകുക എന്നുള്ളതാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരിക്കും ഡൈവ് എന്നുള്ളതൊക്കെ നമുക്കറിയേണ്ടതുണ്ട്. അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനും സാധിക്കുന്നത്. വിനീത. ശരി, സതീശയിൽ MLAയുമായി ഇപ്പോൾ ഡ്രഡ്ജറിൻ്റെ അവിടെ നിന്നുകൊണ്ട് ഈശ്വർ മാൽപേ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള നീക്കങ്ങൾ ഏത് രീതിയിലായിരിക്കണം എന്നത് സംബന്ധിച്ചായിരിക്കണം സ്വാഭാവികമായും അവർ ചർച്ച നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ച് മണ്ണ് നീക്കം നടത്തുന്നുണ്ട്. ഗംഗാവലി പുഴയിൽ 15 അടി താഴ്ചയിൽ ഒരു ലോറി തലകീഴായി നിൽക്കുന്ന രീതിയിൽ കണ്ടു എന്നാണ് ഈശ്വർ മാൽപേ ഡൈവിങ്ങിന് ശേഷം അറിയിച്ചിരിക്കുന്നത്. മണ്ണിടിച്ചിൽ ഒലിച്ചുപോയ ലക്ഷ്മണന്റെ ചായക്കടയുടെ സമീപത്തായുള്ള പ്രദേശത്താണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്നത്. ക്യാമറയുമായി പുഴയിലിറങ്ങിയ ദൃശ്യങ്ങൾ പകർത്തിയതിൽ നിന്നും ഒരു ടയറിൻ്റെയും ഒപ്പം കയറിൻ്റെയും ദൃശ്യങ്ങൾ ഈശ്വർ മാൽപേ പകർത്തിയിട്ടുണ്ട്. കുറച്ചു മാറി വീണ്ടും ഡൈവ് ചെയ്ത് അവിടെ നിന്നും പകർത്തിയ ദൃശ്യങ്ങളിൽ ഒരു ക്ലച്ചിൻ്റെ ഭാഗം ഒപ്പം സ്റ്റിയറിങ്ങിൻ്റെ ഭാഗവും കൂടി കണ്ടെത്തിയിട്ടുണ്ട്. മറ്റൊരു ലോഹഭാഗവും കണ്ടെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ഇത് മറ്റൊരു വാഹനത്തിൻ്റെതാണ് എന്ന നിഗമനത്തിൽ തന്നെയാണുള്ളത്. അതൊരു വലിയ വാഹനത്തിൻ്റെതല്ല, ചെറിയ വാഹനത്തിൻ്റെതാണ് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണുള്ളത്. ഏതായാലും ക്രെയിൻ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിച്ചുകൊണ്ട് ഇത് ട്രക്ക് ഉയർത്തുക എന്നത് തന്നെയാണ് ഏറ്റവും ശ്രമകരമായ കാര്യം. അത് സംബന്ധിച്ച് ഉടൻ തന്നെ തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഐബോട്ട് ഡ്രോൺ ഉപയോഗിച്ച് ഒപ്പം നാവികസേനയുടെ സോണാർ പരിശോധനയിലും ഒക്കെ കണ്ടെത്തിയ പോയിന്റുകളിൽ നിന്നും കുറച്ച് മാറിയാണ് ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ 3 ദിവസത്തെ കരാറാണ് നിലവിൽ ഈ ഡ്രഡ്ജറിൻ്റെ കമ്പനിയുമായി ഉള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഷിരൂർ ദൗത്യം തുടരുമ്പോൾ നിർണായകമായ ലീഡുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാണ് എന്നത് തന്നെ വലിയ പ്രതീക്ഷ നൽകുന്നു. AK അഭിലാഷ തുടരുന്നുണ്ട്.